പ്രിയമുള്ളവരെ, നമ്മുടെ കേരള ഗവർണർ വിശ്വനാഥ് രാജേന്ദ്ര ആർലേക്കർ നമ്മളെങ്ങനെ ജീവിക്കണമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ദിവസേന വിവാദ പ്രസ്താവനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതിലൂടെ ഹൈന്ദവവൽക്കരണമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഇന്നലെ കണ്ണൂരിൽ പങ്കെടുത്ത ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞത്, കേരളത്തിലെ ക്ഷേത്രങ്ങളിലെല്ലാം മത പഠന സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും അവിടെ സനാതനധർമ്മം പഠിപ്പിക്കണമെന്നും തെരുവിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾക്ക് ഗോശാലകൾ സ്ഥാപിക്കണമെന്നുമാണ് അവസാനം ആർലേക്കർ പ്രസ്താവിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഇന്ന് വരെ ഈ സ്വതന്ത്ര ഇന്ത്യയിലെ കേരളത്തിൽ ഒരു നേതാക്കന്മാരും ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹം നമ്മളെ സനാതനധർമ്മം പഠിപ്പിക്കാൻ വരുമ്പോൾ ഇദ്ദേഹത്തോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. സനാതനധർമ്മം പഠിച്ച്, അതുപോലെ തന്നെ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ച്, നമ്മൾ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള, അതായത് ദ്വാപരയുഗം, കലിയുഗം, ത്രേതായുഗം തുടങ്ങിയ 4 യുഗങ്ങളിലുള്ള ആ യുഗങ്ങളിലേക്ക്, പ്രാകൃത മനുഷ്യരിലേക്ക് തിരിച്ചു പോകാൻ ഉപദേശിക്കുന്ന ഇദ്ദേഹത്തോട് നമുക്ക് ചില ചോദ്യങ്ങളൊന്നും ചോദിച്ചാലോ? ഇദ്ദേഹം ഈ വിമാനം ഉപേക്ഷിച്ച് കാളവണ്ടി യാത്ര ചെയ്യാൻ തയ്യാറാകുമോ? ഈ 5 സ്റ്റാർ ഹോട്ടലുകളും മണിമാളികയും ഉപേക്ഷിച്ച് ഓലമേഞ്ഞ ചാണകം മെഴുകിയ കുടിലുകളിൽ താമസിക്കാൻ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മക്കളും തയ്യാറാണോ? ഇദ്ദേഹത്തോട് മാത്രമല്ല ഈ ചോദ്യം. ഇങ്ങനെ പറയുന്ന കേരളത്തിലെ RSS, BJP, സംഘപരിവാർ, അവരുടെ വർഗീയ സൈദ്ധാന്തിക ഫാസിസ്റ്റുകളോടെല്ലാം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വിമാനം ഉപേക്ഷിക്കാൻ തയ്യാറാണോ? നിങ്ങൾ കാർ ഉപേക്ഷിച്ച് കാളവണ്ടി യാത്ര ചെയ്യാൻ തയ്യാറാണോ? നിങ്ങളുടെ സനാതനധർമ്മം അതല്ലേ പഠിപ്പിക്കുക? അതിനപ്പുറത്തേക്ക് സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ വേദങ്ങളിലും പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിത രീതി? ഇതല്ലേ നിങ്ങളുടെ ജീവിത രീതി? ചാണകം മെഴുകിയ ഓലക്കുടലുകളിൽ താമസിച്ച് പട്ടിണി കിടന്ന് ഞങ്ങൾ മരിച്ചു കൊള്ളണം. നിങ്ങൾ ഈ ലോകത്തിലെ സകലവിധ സുഖ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കണം, ബാക്കിയുള്ളവർ പട്ടിണി കിടക്കണമെന്നാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതൊക്കെ ഞങ്ങൾ എങ്ങനെ ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്? ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നും നിങ്ങൾ പഠിപ്പിക്കണോ? നിങ്ങളുടെ മക്കളെ കാനഡയിലും US-ലും അതുപോലെ വിദേശ രാജ്യങ്ങളിലെല്ലാം വിട്ട് അവിടെ ശാസ്ത്രീയ വിദ്യാഭ്യാസവും ടെക്നിക്കൽ വിദ്യാഭ്യാസവും നൽകി അവരെ ഉന്നതഗതിയിൽ എത്തിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെ ഇവിടെ പട്ടിണിക്കാരായി വളർത്തണം. നിങ്ങൾ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ പോയി വിദഗ്ധ ചികിത്സ നേടുമ്പോൾ ഞങ്ങളിവിടെ മന്ത്രവാദികളുടെയും കൂടോത്രക്കാരും തരുന്ന മൂത്രവെള്ളവും ചാണകവെള്ളവും കുടിച്ച് ഞങ്ങൾ രോഗം മാറ്റണം. ഇങ്ങനെയൊക്കെയാണോ ആർലേക്കർ ചിന്തിക്കുന്നത്? കേരളത്തിലെ സാക്ഷരരായ ജനങ്ങൾ, സംസ്കാരസമ്പന്നരായ ജനങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ ആർലേക്കർക്ക് എന്തവകാശം? അഥവാ അവകാശമുണ്ടെന്ന് സമ്മതിക്കാം, നിങ്ങളങ്ങനെ ഒന്ന് ജീവിച്ച് കാണിക്ക്. നിങ്ങൾ രാജ്ഭവൻ ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ഞങ്ങളുടെ കുടിലുകളിൽ വന്നൊന്ന് ജീവിക്ക്. ഇവിടെ അങ്ങനെ ജീവിച്ചിട്ടുള്ള പലരും ഉണ്ട്. താങ്കളങ്ങനെ ഒന്ന് ജീവിച്ചൊരു മാതൃക കാണിക്ക്. ഞങ്ങളുടെ നാട്ടിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, VT ഭട്ടതിരിപ്പാട്, അയ്യങ്കാളി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഞങ്ങളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അവരൊക്കെ, അതായത് EMS സ്വന്തം സമ്പത്ത് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട് സുഖമായി ജീവിച്ചയാളാണ്. ആരും സമ്പത്തിനുണ്ടെന്നതല്ല. അയാൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിച്ചിട്ടുമില്ല. അതുപോലെ തന്നെയാണ് അയ്യങ്കാളി ജീവിച്ചത്. ആ ജീവിത പാരമ്പര്യത്തിൽ ഞങ്ങൾ ജീവിച്ചാണ് ഈ ശാസ്ത്രീയ യുഗത്തിലെത്തിയത്. AI-യുടെ യുഗമാണിത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 1000 പേര് ജോലി എടുക്കേണ്ടിടത്ത് ഓരോ റോബോട്ടിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന കാലം. സകലവിധ തൊഴിലുകളും നഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുട്ടികളിവിടെ തൊഴിൽ രഹിതരായി പട്ടിണി കിടക്കുന്ന കാലം വരുമ്പോൾ ഞങ്ങളുടെ പട്ടിണിക്ക് പരിഹാരമായി ഞങ്ങൾക്ക് തൊഴിൽ തരുന്നതിനും അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തുന്നതിനുമാണ് ഇവിടെ ഭരണാധികാരികളെ നിയമിക്കുന്നത്. കോടാനുകോടി രൂപ ചിലവഴിച്ച് ഗവർണർ എന്നൊരു തസ്തിക, ആവശ്യമില്ലാത്തൊരു തസ്തിക സൃഷ്ടിച്ച് ഇവിടെ കലാപമുണ്ടാക്കാനാണ് താങ്കളെ ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ചിലവാക്കിയിരിക്കുന്നതെങ്കിൽ, താങ്കൾക്ക് ഇവിടെ കലാപമുണ്ടാക്കി ചോരപ്പുഴ ഉണ്ടാക്കി വിപ്ലവം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഈ കേരളത്തിൽ നടക്കില്ല
എന്ന് താങ്കൾ മനസ്സിലാക്കുക. അതല്ല നടത്തണമെന്നാണെങ്കിൽ താങ്കൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ജീവിച്ച് കാണിക്കണം. ഇവിടെ വന്ന് നിങ്ങൾ ജീവിച്ച് കാണിക്കും. നിങ്ങളുടെ മക്കളെ എങ്ങനെ പഠിപ്പിക്കൂ? നിങ്ങളുടെ മക്കളെ സനാതന ധർമ്മം പഠിപ്പിച്ച് ചെറ്റക്കുടിലുകളിൽ ജീവിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ഉപദേശിക്കൂ. നിങ്ങളുടെ മക്കളെ വിദേശത്ത് വിടാനും വിമാനത്തിൽ കയറി സഞ്ചരിക്കാനും ഞങ്ങൾക്കൊന്നും ഭാഗ്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ലക്ഷോപലക്ഷം രൂപയുടെ ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്നു. നിങ്ങളായ സനാതന ധർമ്മത്തിൽ അതെങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഉപനിഷത്തുകളിലോ ഗീതയിലോ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാളവണ്ടി സഞ്ചരിച്ച് കാണിക്കൂ. അതിനുശേഷം ഞങ്ങളെ ഉപദേശിക്കൂ. അതല്ലാതെ കേരളീയരെ ഉപദേശിച്ച് സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുപോകാനും ഇവിടെ കലാപം ഉണ്ടാക്കാനും ഇവിടെ ചോരപ്പുഴ ഒഴുക്കാനും ഇവിടെ വിപ്ലവം സൃഷ്ടിക്കാനും ആർലേക്കർ ശ്രമിക്കരുതെന്നാണ് എനിക്ക് ആർലേക്കറോട് പറയാനുള്ളത്. ആർലേക്കർ ഇവിടെ കാലുകുത്തി കാലം മുതൽ തന്നെ ആർലേക്കർ ഇവിടെ ഓരോ ദിവസവും ഓരോരോ വിവാദ പ്രസ്താവനകളുണ്ടാക്കി വിവാദങ്ങളുണ്ടാക്കി കേരളത്തെ നശിപ്പിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർലേക്കർ അതിൽ നിന്ന് പിന്തിരിയണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ തിരിച്ചു പോകണം. താങ്കൾ ഉത്തരേന്ത്യയിൽ പോയി അതൊക്കെ നടപ്പാക്കിക്കോളൂ. കേരളത്തിൽ നടപ്പാകില്ല. നരേന്ദ്രമോദി അമിത് ഷായും ഇപ്പോൾ അമിത് ഷാ പറയുന്നത് ഹിന്ദി പഠിപ്പിക്കണം, ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പാടില്ലെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഏതെങ്കിലും വർഗീയ സൈദ്ധാന്തികൻ്റെ മക്കൾ ഇംഗ്ലീഷ് പഠിക്കാതിരിക്കുന്നുണ്ടോ? ഇവിടെ വർഗീയ സൈദ്ധാന്തികരെല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇവർ ഇംഗ്ലീഷ് സംസാരിക്കരുതെന്ന് അമിത് ഷാ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ പോലും അംഗീകരിക്കാത്ത ഈ പൊട്ടൻ സിദ്ധാന്തങ്ങളൊക്കെ ഞങ്ങളെ അടിച്ചേൽപ്പിച്ച് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ കോട്ടും പാൻറ്റും സൂട്ടും ഒക്കെ ഉപേക്ഷിച്ച് ഷൂസ് ഉപേക്ഷിച്ച് മെതിയടിയും ധരിച്ച് ഒറ്റത്തോർത്ത് ഉടുത്ത് കോണവും ഉടുത്ത് നിങ്ങളെ കേരളത്തിൽ കാളവണ്ടിയിലൂടെ സഞ്ചരിക്കാമെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ വിട്ട് സനാതനധർമ്മം പഠിപ്പിച്ച് പ്രാകൃതരാക്കി തൊഴിൽ രഹിതരാക്കി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആ പഴയ വ്യവസ്ഥിതി ഇനിയും ഞങ്ങൾ ആവർത്തിക്കാം. പക്ഷെ നിങ്ങളത് ചെയ്ത് കാണിക്കണം. നിങ്ങൾ ചെയ്ത് കാണിക്കാതെ ഞങ്ങളെ ഉപദേശിക്കരുത്, ഇവിടെ കലാപം സൃഷ്ടിക്കരുത്. പ്രിയമുള്ളവരോടെ നിങ്ങൾ നമ്മുടെ കേരളീയ ജനത മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളെ ഈ തരത്തിൽ നശിപ്പിക്കാൻ വരുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് RSS BJP സംഘപരിവാർ സംഘടനകളോടും അവരുടെ സൈദ്ധാന്തികരോടും അവരെ അടിച്ച് പുറത്താക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനും അവർക്ക് ശോഭനമായ ഭാവി ഉണ്ടാക്കിയെടുക്കാനും നമ്മളാണ് ശ്രമിക്കേണ്ടത്. കാരണം സകലവിധ മേലുദ്യോഗം, അതായത് IAS IPS തുടങ്ങിയുള്ള സകലവിധ ബ്യൂറോക്രാറ്റിക് ഉദ്യോഗവും സകലവിധ രാഷ്ട്രീയാധിപത്യവും ഈ വരേണ്യവർഗത്തിൻ്റെ കയ്യിലാണെന്നും 20% വരുന്ന വരേണ്യവർഗമാണ് ഇവിടെ ഭരിക്കുന്നത്. 80% വരുന്ന നമ്മളെ ഇവർ നിത്യേന ഈ തരം വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് നമ്മളെ അതിലേക്ക് വിവരമില്ലാത്തവനെന്ന് പറഞ്ഞ് നമ്മളെ അതിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അടിമത്ത വ്യവസ്ഥിതി ഇനിയെങ്കിലും ഇവിടെ അവസാനിപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഇതിനെതിരെ ഈ ആർലേക്കറുടെയും BJP സംഘപരിവാർ സംഘടനകളുടെ ഹിന്ദുത്വവൽക്കരണത്തിനെതിരെ നമ്മൾ ശക്തമായ പോരാട്ടം നടത്തിയേ മതിയാകൂ എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.